ഉറക്കമോ ചെയ്ത്? വീട്ടിൽ ഒരു ജോലി ചെയ്യണ്ട, സുഖം. ചുമ്മാ അതിലടി അവര് കുറ്റം പറയുന്നു നിന്നെ. ദൈവമേ, ഇവിടെയൊക്കെ തലേ വരച്ചിരുന്നു എന്റെ പെരുവരലെ വരച്ചാ മതിയെന്ന്. ഡി ലക്ഷ്മി, അങ്ങോട്ടോ എന്നാ ഉറക്കവാ ഇത്? പോയി ഞാൻ വീടെല്ലാം കൂടെ പൊളിഞ്ഞ് എന്റെ ദേഹത്തോട്ട് വീഴുന്നെന്ന് വിചാരിച്ചു. എന്തോ അടി അടിച്ചത്? ഇങ്ങനെയാണോ ഒരാളെ ഉറക്കത്തിൽ വിളിച്ചെണീപ്പിക്കുന്നേ? പിന്നെ എങ്ങനെയാ പറയൂ വന്നിട്ട് ബോംബിട്ട് പൊട്ടിക്കണോ? എന്തോ അടി അടിച്ചത്? അച്ഛയൊക്കെ വന്ന് ചാവാ ഇത് മതി. നിന്റെ അച്ഛനെ ഞാൻ ഇങ്ങനെയല്ലേ വിളിച്ചെണീപ്പിക്കുന്നത്? എന്നിട്ട് അച്ഛന്റെ നട്ടിൽ എവിടെ ഉണ്ടോ? ആ, അങ്ങേർക്ക് അത് ഉള്ളതും ഇല്ലാത്തതും എല്ലാം കണക്കാം. പേടിച്ചിട്ട് ഊരി വെച്ചതായിരിക്കും. എന്തോന്നടി? അമ്മേ, വിവരക്കേട് കാണിക്കരുത് ഞാൻ പറയില്ല, പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. എന്തോ അത്ര രാവിലെ? നീ പരിധിയും പരിവവും ഒന്നും പറയാൻ നിൽക്കണ്ട, വേഗം ഒരുങ്ങാൻ നോക്കാം. എവിടെ പോവാൻ? കലോത്സവത്തിന് പോണ്ടേ? ഞാൻ ഇന്നലെ സുരഭിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീ ഒരാവശ്യം പറയുമ്പോ എനിക്ക് വരാതിരിക്കാൻ പറ്റുവോ? എന്റെ കൊച്ചെ, ആ സ്റ്റേഡിയത്തിൽ എന്തോരം പിള്ളാരാ. ആണല്ലേ? ഞാനും വായിച്ചു. 25 സ്റ്റേജിലായിട്ടേ 15,000 പിള്ളേരിലധികമാണ് ഇത് പങ്കെടുക്കാൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തിന്റെ ഒരു പൂരം. നീ ഇങ്ങനെ ഇരിക്കാതെ പോയി റെഡി ആയിക്കേ. ഇത്ര നേരത്തെ പോണോ? ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്നോണ്ടാണല്ലോ നിനക്ക് സമയം അറിയാത്തത്. സമയം എന്നായെന്ന് കരുതിയാ? വേഗം പോച്ചേ. ഞാൻ റെഡിയാവാ. മേലെ ഇങ്ങനെ അടിച്ചേക്കല്ലേ? വേദി 1 ഭരതനാട്യം, കുച്ചിപ്പുടി, നാടോടി നൃത്തം. വേദി 3 പാട്ട്. അയ്യോ പാവം പിള്ളേർ ടെൻഷൻ അടിച്ച. നീയാണോ ഇന്നിപ്പൊ ഈ പേപ്പർ ഇവിടെ കൊണ്ടുവച്ചത്? അത് കൊണ്ടുപോയിക്കണ്ടേ? തിരിച്ചു കൊണ്ടുപോയിക്കാം. ഏതായാലും കൊണ്ടുവന്നല്ല, നീ ഇപ്പൊ ഒന്ന് വായിച്ചോട്ടെ. ഓ, പക്ഷേ വരാന്തയിലിരുന്ന് വായിക്കുന്നതാണ് ഒരു ഗമ. സത്യം ആണോ? ശരി, ഞാൻ വിചാരിച്ച് പാവം കാല് വയ്യാത്തയല്ലേ, മുറിയിലിരുന്ന് വായിക്കട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പത്രം കൊണ്ട് ഇവിടെ വെച്ചത്. ഒരു ദിവസമെങ്കിലും അമ്മയുടെ കാല് വയ്യായ്മ ഓർത്തല്ല എന്റെ പൊന്നോള്. എന്നും ആലോചിക്കാം. പിന്നെ മുത്തോടല്ലേ കാര്യങ്ങൾ നോക്കണത്. ആണോ? മുത്തുമില്ലാത്തോണ്ട് ഓർത്തല്ല. ഇങ്ങോട്ട് പോയി, ചായ ഇങ്ങോട്ട് പോയി. അയ്യോ സന്തോഷം. അയ്യോ, ഇത് രാവിലെ ഇവിടെ നീ ചന്ദനക്കുറി നീ അമ്പലത്തിൽ പോയോ? ഞാൻ രാവിലെ അങ്ങ് പോയി. പോയാ? ഞാൻ വന്ന് നോക്കിയപ്പോ അമ്മ ഭയങ്കര ഉറക്കം. പിന്നെ അല്ല, വെളുപ്പാക്കാലത്തിന് ഞാൻ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ പോവാ. ഭഗവാൻ അറിയാം, പാവ അമ്മച്ചി വയസ്സായി. സൗകര്യമൊക്കെ ഉള്ളപ്പോ അവര് വരട്ടെ. കാരണം വാക്ക് പ്രവൃത്തി എന്റെ നല്ലതാ. അത് അവിടെ കിടന്ന് കവതടിച്ച് കിടന്ന് തൊഴിലേശി ചീത്ത വിളിച്ചിട്ട് എന്തിനടി? പിന്നെ അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസാ? എന്താ മോളെ? സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ്. അയ്യോ, നീ പറയട്ടാ. അമ്മയുടെ സുനിതാമേന വന്നിട്ടുണ്ട്. ഈ എണ്ണം കെട്ട ഭർത്താവെ നേരെ വിളിച്ച് പറയാൻ ഒക്കുള്ള. രാവിലെ വന്ന് സന്തോഷം സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ രാവിലെ എഴുന്നള്ളിയത്? എനിക്ക് അറിഞ്ഞൂടെ. അവിടെ എപ്പോ വന്ന് ഇതൊക്കെ? രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി ചേച്ചി എടുത്ത് ഇന്ന് എന്തൊരു ഗുരുഗുരുവായിരുന്നു സംസാരിക്കുന്നു. ആ കൊച്ചിനെ ഓരോന്ന് പറഞ്ഞ് ഇല്ലാത്ത പ്രശ്നം മൊത്തം ഉണ്ടാക്കുന്നത് ഈ തള്ളയാ. ഈ സുനിതയുടെ സ്വഭാവമേ അങ്ങനെ. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ലക്ഷ്മി കടത്ത് തുള്ളി ചാടി. ഓട്ടതേ, ഇനിയിപ്പോ നീ വഴക്കൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അല്ല, എന്തായിരിക്കും മോളെ ഈ വരവിന്റെ ഉദ്ദേശം? രാവിലെ വരുന്നതല്ലേ ഇടയ്ക്കിടയ്ക്ക്. ഞാൻ പറയാം. ഇന്നലെ ലക്ഷ്മി ചേച്ചി പറഞ്ഞേ ഇന്ന് മറ്റേ കലോത്സവത്തിന് പോണെന്ന്. ഇവര് പോന്നോ? അല്ല, ചേച്ചി പോണെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേർക്കും കൂടെ പോവാൻ വേണ്ടിട്ടായിരിക്കും. അവിടെ ചെന്നാലും ബാക്കുവോ? പിന്നെ അമ്മ, ഞാൻ പണ്ട് കലോത്സവത്തിനൊന്നും പങ്കെടുത്തിട്ടില്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഈ കലോത്സവം കാണാൻ. പോയി അലമുണ്ടാക്കാനോ? അങ്ങനെയല്ല. പറ അമ്മ, നമുക്കൂടെ പോയാലോ കലോത്സവം കാണാൻ? ഇത്രയുള്ള കാര്യം. അതേ, ഞാൻ നിന്നെ കൊണ്ടുപോയനെ മോളെ. പക്ഷെ എനിക്ക് ഈ കാലുവേദനയൊക്കെ വെച്ചോണ്ട് അവിടെ ചെന്ന് ഇങ്ങനെ നിൽക്കാനോ അയ്യോ അതെനിക്കറിയാം. ആലോചിക്കാൻ ഒരു കാര്യം ചെയ്യും. ലക്ഷ്മി പോകുന്നുണ്ടല്ലോ കൂടെ, നീ അവളോട് ചോദിക്ക, നീ കൂടെ പോയിക്കോ. പക്ഷെ അവര് തള്ളയുടെ കാര്യം തള്ളയാണോ ഭരിക്കുന്നത്? നീ ലക്ഷ്മിയോടെ ചോദിക്കല്ലേ? പിന്നെന്താ? അപ്പൊ ചേച്ചിയോടെ പോവാം. പോയി കണ്ടിട്ടോ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.